ഈ സ്വതന്ത്ര വേഷം കെട്ടിയ ചാനലുകാരില്ലേ, ആ ചാനലിനകത്തുള്ള പഴയ DYFIക്കാരോട് ഞാൻ പറയുന്നു, പണി ചാനലിലും കൂലി AKG സെൻറ്ററിലും വാങ്ങുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഈ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടല്ലോ കണറേഷ് കുമാർ, അവൻ എഴുതി തരുന്നത് അതുപോലെ വായിച്ചിട്ട് ആളുകളെ വിഡ്ഢിയാക്കാമെന്നുണ്ടെങ്കിൽ നിന്റെ പത്രവും നിന്റെ ചാനലും വായിക്കുന്നതിനപ്പുറത്ത് സോഷ്യൽ മീഡിയകളിൽ പിൻബലമുള്ള ആളുകൾ UDFൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഓർത്താൽ മതി. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തല്ലോ, മാന്യനായിരുന്നു ആ ജിമ്മി എന്ന് പറയുന്ന അദ്ദേഹം. എന്നോട് ചോദിച്ചു, ഞാൻ കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ അതേ ചാനലിനകത്ത് തന്നെ ഇരിക്കില്ലേ എന്നെ ആക്ഷേപിക്കാതെ ഒരുത്തൻ, അയാൾ ഇറങ്ങി പുറപ്പെട്ടാണ് ആക്ഷേപിക്കാൻ. എന്നെ കണ്ടാൽ അയാൾക്ക് കലിയാണ്. ഒരു ദിവസം എന്നെക്കുറിച്ച് ഇഞ്ചിയെക്കുറിച്ചുള്ള ചർച്ച 1 മണിക്കൂർ. ഇഞ്ചി അങ്ങനെയാണ്, ഈ ഷാജി അങ്ങനെയാണ്, ഇങ്ങനെ ഇഞ്ചി വിറ്റ് പൈസ ഉണ്ടാക്കിയത്. അവസാനം അതേ ചാനലിൻ്റെ മുതലാളി പറയാണ്, അന്ന് നമ്മൾ പറഞ്ഞ തെറ്റാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ഒരാൾ ഇഞ്ചി കച്ചവടം ചെയ്യുന്നവനാണ്. അതേ ചാനലിൽ നിന്നിട്ട് ഇയാൾ എൻ്റെ പേര് പറഞ്ഞില്ല, കേസ് വന്നേക്കുമെന്ന് ഭയന്നിട്ട്. പക്ഷേ ഞാൻ അയാളുടെ പേര് പറയൂല. പറയാണ്ട് തന്നെ നാട്ടുകാർക്ക് അറിയാം, തലയിൽ ഒരു രോമം പോലും മുളക്കാത്തത് കൊണ്ട് അയാൾ മൊട്ടയെന്ന് വിളിക്കും, തലക്കകത്തൊന്നുമില്ലാത്തത് കൊണ്ട് ചിലർ പൊട്ടനെന്നും വിളിക്കും.